രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുമ്പോൾ ബ്രിട്ടൻ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോവുകയും ബ്രിട്ടീഷ് ഇന്ത്യ സ്വതന്ത്രമാവുകയും ഇവിടെയുള്ള നാട്ടുരാജ്യങ്ങൾക്ക് സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങളാവാൻ കഴിയുമെന്നുമുള്ള പ്രതീതി സൃഷ്ടിക്കപ്പെട്ടു. എന്നാൽ നാട്ടുരാജ്യങ്ങൾ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രങ്ങളാവണമെങ്കിൽ ഒരു രാഷ്ട്രത്തിനാവശ്യമായ സമ്പത്ത് അതിൻ്റെ ആസ്തിയായി ഉണ്ടായിരിക്കണമെന്നും പറയപ്പെട്ടു. അതേസമയം തിരുവിതാംകൂർ അതിനു മുമ്പേ അതിനുള്ള സമ്പത്ത് കരുതി വച്ചിരുന്നു. ഒരു പരിധിവരെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധിയടക്കം ഇതിൻ്റെ ഭാഗമായി ശേഖരിച്ചതായാണ് പറയപ്പെടുന്നത്. തിരുവിതാംകൂർ ശേഖരിച്ച ഈ സമ്പത്തൊന്നും വെറുതെ അവർക്കുണ്ടായി വന്നതല്ല, മറിച്ച് ജനങ്ങളിൽ നിന്നും പല സോഴ്സുകളിലായിട്ട് ശേഖരിക്കപ്പെട്ടതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആളരെ മുൻകൂട്ടി തന്നെ സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന രാഷ്ട്രമുണ്ടാകണമെന്ന സ്വപ്നം കണ്ട് തിരുവിതാംകൂർ ഭരണകൂടം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1945 രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുമ്പോഴേക്കും ബ്രിട്ടൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുമെന്നുള്ള പ്രഖ്യാപനം നടത്തി. ഈ പ്രഖ്യാപനത്തോടെ തിരുവിതാംകൂർ ഭരണകൂടം സ്വതന്ത്ര രാജ്യമാകാനുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായി 1946 ഒരു ഭരണഘടന തിരുവിതാംകൂർ പ്രഖ്യാപിച്ചു. അമേരിക്കൻ ഭരണഘടനയെ മുൻനിർത്തിയുള്ള അമേരിക്കൻ മോഡൽ ഭരണഘടനയായിരുന്നു അത്. അതേസമയം തിരുവിതാംകൂറിലെ ജനങ്ങളെല്ലാം ഇന്ത്യൻ യൂണിയൻ നിലവിൽ വരുമ്പോൾ തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാവണം എന്നാഗ്രഹിച്ചു. കാരണം തിരുവിതാംകൂറും കൂടി ചേർന്നാൽ മാത്രമേ ഇന്ത്യൻ യൂണിയൻ എന്ന സങ്കല്പം പൂർണ്ണമാവുകയുള്ളൂ എന്ന് അവർ വിശ്വസിച്ചു. അതോടൊപ്പം തിരുവിതാംകൂറിലെ ഭൂരിപക്ഷം ജനങ്ങളും ഐക്യ കേരള സംസ്ഥാനം രൂപം കൊടുക്കണമെന്നും അവർ ആഗ്രഹിച്ചു. എന്നാൽ തിരുവിതാംകൂറിലെ മഹാരാജാവിൻ്റെയും ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെയും സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപനങ്ങൾ അവിടെയുള്ള ജനങ്ങളെ ചൊടിപ്പിച്ചു. 1946 ജനുവരി 16 അമേരിക്കൻ മോഡൽ ഭരണഘടന പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരെ പല ഭാഗങ്ങളിൽ നിന്ന് എതിർപ്പുകൾ ശക്തമായി. അതിലെ ഏറ്റവും പ്രബലമായത് പുന്നപ്ര വയലാർ സമരമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയ ജനകീയ സമരമായിരുന്നു 1946 ഒക്ടോബർ 24 മുതൽ 27 വരെ ഏകദേശം ഒരാഴ്ചയോളം നീണ്ടുനിന്ന പുന്നപ്ര വയലാർ സമരം. സമരത്തിനെതിരായി ദിവാൻ സർ CPയുടെ ഭരണകൂടം സൈന്യത്തെയും പോലീസിനെയും ഇറക്കി തൊഴിലാളികളെ, സമരക്കാരെ ക്രൂരമായി മർദ്ദിച്ചു. ഏകദേശം 1000-ലധികം പേർ മരണപ്പെട്ടു. ഔദ്യോഗിക കണക്ക് പ്രകാരം 600-ലധികം പേർ മരണപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കുപറ്റി. പുന്നപ്ര വയലാർ സമരം തിരുവിതാംകൂറിനെ പ്രത്യേക രാജ്യമായി നിലനിർത്താനുള്ള രാജാവിൻ്റെയും ദിവാന്റെയും പ്രവർത്തനങ്ങൾക്കുള്ള തിരിച്ചടിയായിട്ട് മാറി. അതോടൊപ്പം മറ്റു ചില ഭാഗങ്ങളിലും സമരം ശക്തമായി. അങ്ങനെ 1946 നവംബർ 10 ദിവാൻ ഗത്യന്തരമില്ലാതെ അവിടെ നിന്ന് രാജിവെച്ച് പോകാൻ നിർബന്ധിതമായി. എന്നാൽ തിരുവിതാംകൂർ മഹാരാജാവ് ദിവാനെ വീണ്ടും തിരികെ വിളിച്ചു. മഹാരാജാവിൻ്റെ ക്ഷണപ്രകാരം 1946 ഡിസംബർ 20 അദ്ദേഹം വീണ്ടും മടങ്ങിയെത്തി. ശേഷം അദ്ദേഹം വീണ്ടും ദിവാൻ പദവിയിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 1947 ജനുവരി 22 ഒരു ഭരണപരിഷ്കരണം അദ്ദേഹം പ്രഖ്യാപിച്ചു. ഭരണപരിഷ്കരണത്തിൻ്റെ ഭാഗമായി തിരുവിതാംകൂറിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടു. 1947 ഫെബ്രുവരി 20 ദിവാൻ സർ CP മറ്റൊരു വലിയ പ്രഖ്യാപനം നടത്തി. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകുമ്പോൾ തിരുവിതാംകൂർ സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി മാറുമെന്നായിരുന്നു ആ പ്രഖ്യാപനം. 1947 ജൂണിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കുമെന്ന ബ്രിട്ടീഷ് പാർലമെന്റിന്റെ തീരുമാനത്തെ തുടർന്നായിരുന്നു സർ CP ഈ പ്രഖ്യാപനം നടത്തിയത്. ഇതോടെ സമരങ്ങൾ വീണ്ടും ശക്തിപ്പെട്ടു. 1947 ജൂൺ 3 ഇന്ത്യയുടെ വൈസ്രോയിയായ മൗണ്ട് ബാറ്റൺ പ്രഭു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്ന തീയതി പ്രഖ്യാപിച്ചു. ഈ വരുന്ന ഓഗസ്റ്റ് 15 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകും എന്നായിരുന്നു മൗണ്ട് ബാറ്റൺ പറഞ്ഞത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ തീയതി പ്രഖ്യാപിച്ചതോടെ തിരുവിതാംകൂർ മഹാരാജാവ് പിറ്റേന്ന് ആകാശവാണിയിലൂടെ മറ്റൊരു പ്രഖ്യാപനം നടത്തി.
ബ്രിട്ടൻ ഇന്ത്യ വിട്ടുപോകുന്ന ഓഗസ്റ്റ് 15 മുതൽ തിരുവിതാംകൂർ സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി മാറുമെന്നായിരുന്നു ആ പ്രഖ്യാപനം. ഇതോടെ സമരങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ പൊട്ടിപ്പുറപ്പെട്ടു. ജൂലൈ 13 പേട്ടയിൽ വലിയ ജനക്കൂട്ടം തിരുവിതാംകൂർ ദിവാൻ പങ്കെടുത്ത പരിപാടിക്കെതിരെ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഇതിനെതിരെ പോലീസ് വെടിവെപ്പ് നടത്തി. പേട്ട വെടിവെപ്പ് എന്നറിയപ്പെടുന്ന ഈ സംഭവം സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന വാദത്തിനെതിരെയുള്ള ശക്തമായ ചെറുത്തുനിൽപ്പായി മാറി. എന്നാൽ തിരുവിതാംകൂർ മഹാരാജാവും ദിവാനും ഇതുകൊണ്ടൊന്നും തിരുവിതാംകൂർ സ്വതന്ത്രവാദം ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. ജൂലൈ 18 തിരുവിതാംകൂർ മഹാരാജാവ് ആകാശവാണിയിലൂടെ ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ തിരുവിതാംകൂറും സ്വതന്ത്രമാവും എന്ന് ആവർത്തിച്ചു പറഞ്ഞു. ഇത് ആളുകളെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചു. തുടർന്ന് ജൂലൈ 25 ഒരു നിർണായകമായ സംഭവം ഉണ്ടായി. തിരുവനന്തപുരം സ്വാതി തിരുനാൾ മ്യൂസിക് അക്കാദമിയിലെ സംഗീത പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ സർ CP രാമസ്വാമി അയ്യർക്ക് നേരെ ശക്തമായ പ്രതിഷേധം ഉണ്ടായി. പ്രതിഷേധത്തിൽ നിന്നൊരാൾ സർ CPയെ വടിവാളുമായി വെട്ടി വളരെ ഗുരുതര പരിക്ക് പറ്റിയ ദിവാനെ ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുപോയി. തുടർന്ന് ജൂലൈ 30 തിരുവിതാംകൂർ മഹാരാജാവ് തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ തയ്യാറാണെന്ന് സമ്മതം പ്രഖ്യാപിച്ചു. തുടർന്ന് ഓഗസ്റ്റ് 13 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 2 ദിവസം മുമ്പ് തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചു. ഓഗസ്റ്റ് 19 സർ CP രാമസ്വാമി അയ്യർ ദിവാൻ പദവിയും രാജിവെച്ചു. ഇങ്ങനെയാണ് തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയനിൽ ചേർന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ജനങ്ങളുടെ ശക്തമായ സമരപോരാട്ടങ്ങളുടെ ഫലമായാണ് തിരുവിതാംകൂറിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ സാധിച്ചത് എന്ന കാര്യമാണ്. നിരവധി മനുഷ്യരുടെ സമരപോരാട്ടങ്ങളുടെ ജീവത്യാഗങ്ങളുടെ ഭാഗമായിട്ടാണ്, അതിൻ്റെ ഫലമായിട്ടാണ് തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായത്.